ഇപ്പോൾ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു വിവാദം അല്ലെങ്കിൽ ആവശ്യം, ജനകീയ സമരം. കാസർഗോഡ് മെഡിക്കൽ കോളേജ് യഥാർത്ഥത്തിൽ കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യ വികസനത്തിന് സുപ്രധാനമായി പങ്കുവഹിക്കുന്ന സ്ഥാപനമാണ്. എങ്ങനെയാണ് ബജറ്റിനെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് നോക്കിക്കാണുന്നത്? ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം ജില്ല രൂപീകൃതമായതിനു ശേഷം ജില്ലയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് വിഹിതം വിവിധ പദ്ധതികൾക്ക് ലഭ്യമായ ഒരു കാലഘട്ടമാണ്. കേരള യൂണിവേഴ്സിറ്റി ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്, ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ജില്ലയിൽ വരുന്നതിന് എത്രത്തോളം ഗുണം ചെയ്യും? ഇപ്പൊ ലാൻഡ് അവൈലബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഇപ്പം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത്, സർക്കാർ ഭൂമിയുള്ളത് കാസർഗോഡ് എന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു ഡെപ്പോസിറ്ററി ഉണ്ടോ? ജില്ലയുടെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാസ്റ്റർ പ്ലാൻ പാർട്ടിയുടെ ചുമതല ഉണ്ടാവുന്ന കാലത്ത് തന്നെ, ഏരിയ സെക്രട്ടറി ആവുന്ന കാലത്ത് തന്നെ അങ്ങനെ ഒരു സെമിനാറൊക്കെ സംഘടിപ്പിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആവുന്ന കാലത്ത് അത് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ആ അനുഭവത്തെ ഓർത്തെടുക്കുന്നത്? തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ ജില്ലയുടെ ചരിത്രത്തിൽ അത്തരമൊരു സെമിനാർ സംഘടിപ്പിച്ചത് ആദ്യമായിട്ടാണ്. നമ്മുടെ ജില്ലയുടെ റെയിൽവേ, കാസർഗോഡിന്റെ റെയിൽവേ ഭൂപടം അകത്ത് നമുക്ക് പരിമിതികൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യൻ റെയിൽവേയുടെ പട്ടികയിൽ കാസർഗോഡ് പലപ്പോഴും എന്ത് ചെയ്യാറില്ല, പരിഗണിക്കപ്പെടുന്നതിൽ എന്തോ ഒരു അപകടന കാസർഗോഡ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്ത് പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്ന് ജനങ്ങൾ കരുതുന്നത് തെറ്റാണ് എന്ന് പറയാൻ പറ്റും. SFIയുടെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്നു, DYFIയുടെ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് ആയിരുന്നു, CITUവിന്റെ ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ആയി. എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ രൂപപ്പെടുന്നത്? എങ്ങനെയാണ് ഈ സംഘടനാ പ്രവർത്തനം സാബോട്ടിനെ രൂപപ്പെടുന്നത്? യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന എന്നെ രൂപപ്പെടുത്തിയെടുക്കുന്ന വിദ്യാർത്ഥി സംഘടന വകുപ്പ് പങ്കുചേരുന്നില്ല. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ആണ്. പീപ്പിൾസ് പ്ലാനിംഗിലേക്ക് സ്വാഗതം. പ്രസിഡന്റ്, നമ്മുടെ ജില്ലയിലെ പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് മനസ്സിൽ തോന്നുന്നത്? കാസർഗോഡ് ജില്ല കേരളത്തിൽ തന്നെ സവിശേഷമായ ഒട്ടനവധി സാധ്യതകളും സാഹചര്യങ്ങളും ഒരു ജില്ലയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മാതൃകാപരമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു ജില്ലാ പഞ്ചായത്താണ്. അപ്പോൾ തീർച്ചയായും അതിനൊരു തുടർച്ചയുണ്ടാവണം. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചൊരു വികസന തുടർച്ചയ്ക്കാണ് ജനങ്ങൾ ഈ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെ അധികാരത്തിലെത്തിച്ചത്. ആ വികസന തുടർച്ചയുണ്ടാവുകയും പുതിയ കാലത്തെ സാധ്യതകളെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തി പുതിയ തലമുറയെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് നൂതനമായ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി നേതൃത്വം കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പൊതുവിൽ നമ്മുടെ നാട്ടില് യുവജനങ്ങൾ, ഒരുപാട് യുവജന ക്ലബ്ബുകളാണെങ്കിലും യുവജന സംഘടനകളാണെങ്കിലും കളിസ്ഥലം എന്ന് പറയുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ഉയർന്നു വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ആവശ്യകതയെ ജില്ലാ പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ കാണുന്നത്? തീർച്ചയായും എന്താ വെച്ചാൽ ആരോഗ്യമുള്ളൊരു തലമുറയെ വളർത്തിയെടുക്കുന്നതിന് നമ്മുടെ നാട്ടിനകത്ത് കളിസ്ഥലങ്ങൾ അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് പുതിയ കാലത്ത് യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള സാമൂഹ്യമായ ചില ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് വളർന്നു വരുന്നുണ്ട്. അതിനെല്ലാം എതിരായിട്ടുള്ള ഒരു പ്രതിരോധ സമരം കൂടിയാണ് യഥാർത്ഥത്തിൽ കളിക്കളങ്ങൾ. ആ നിലയിൽ കളിക്കളങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുക്കും ജില്ലാ പഞ്ചായത്ത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ ജില്ലാ പഞ്ചായത്തിന് ചില സാമ്പത്തിക പരിമിതികളുണ്ടാവും. ജില്ലാ പഞ്ചായത്ത് ഭരണ സംവിധാനം എന്ന രീതിയിൽ ചില സാമ്പത്തിക പരിമിതികളുണ്ടാവും. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തിന്റെയും അതോടൊപ്പം ഗവൺമെന്റിന്റെയും സഹായത്തോടു കൂടി വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കണം എന്നാണ് ആലോചിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് കളിസ്ഥലങ്ങളെ സംബന്ധിച്ചൊരു മുഖ്യ അജണ്ടയിൽ തന്നെയുണ്ട്. പ്രധാനമായും നമ്മുടെ ജില്ലയിലെ സ്കൂളുകൾക്ക്, കുട്ടികൾക്ക് പ്രധാനമായിട്ട് കളിസ്ഥലങ്ങൾ ഇല്ലാത്ത സ്കൂളുകൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത് അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതും ഞങ്ങളുടെ ആലോചനയുള്ള കാര്യമാണ്. ഇപ്പൊ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു വിവാദം അല്ലെങ്കിൽ ആവശ്യം, ജനകീയ സമരം, പ്രത്യേകിച്ച് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഇൻഫ്ലുവൻസേഴ്സിന്റെ സമരമൊക്കെ ജില്ലയിൽ നടക്കേണ്ടായി. എങ്ങനെയാണ് ഈ ഒരു ആവശ്യകതയെ കാണുന്നത്? പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് നമ്മൾ കരുതുന്ന രീതിക്കകത്തേക്ക് വികസിച്ചു വന്നിട്ടില്ല എന്നൊരു വിമർശനം അല്ലെങ്കിൽ യാഥാർത്ഥ്യം നമുക്ക് മുമ്പിൽ ഉണ്ടാകുമ്പോൾ തന്നെ എങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? കാസർഗോഡ് മെഡിക്കൽ കോളേജ് യഥാർത്ഥത്തിൽ കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യ വികസന രംഗത്ത് സുപ്രധാനമായി പങ്കുവഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. അക്കാര്യത്തിൽ യാതൊരു വിധത്തിലും തർക്കമില്ല. അതിന്റെ ഭാഗമായി ഉയർന്നു വരുന്ന ചില വിവാദങ്ങൾ അത് ബോധപൂർവമായി ഉണ്ടാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ കാസർഗോഡ് മെഡിക്കൽ കോളേജിന് തറക്കല്ലിടുക എന്ന ചുമതല മാത്രമാണ് UDFന്റെ ഭരണകാലത്ത് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം
അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് അവിടെ മെഡിക്കൽ കോളേജിന് ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഒരുപാട് പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മെഡിക്കൽ പ്രവേശനം ഉൾപ്പെടെ സാധ്യമാക്കിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി മെഡിക്കൽ പ്രവേശനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞൊരു സ്ഥാപനമാണ്. അപ്പോൾ അതിന്റെ ഒരു ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ചില കേസുകളുടെ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം കൂടി സർക്കാരിന്റെ സജീവമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിക്കൊണ്ട് ആ വിഷയം കൂടി പരിഹരിച്ചുകൊണ്ട് അവിടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വം കൊടുത്തു വരുന്നുണ്ട്. അപ്പൊ അത് തുടരണം. അതോടൊപ്പം അതിൽ കുറച്ചുകൂടി വേഗത വർദ്ധിക്കണം എന്നുള്ളൊരു ആവശ്യം തികച്ചും ന്യായമാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. കാസർഗോഡ് പിന്നെ അതിന്റെ ഒരു പ്രയാസം പൊതുവിലുള്ളത്, കാസർഗോഡ് ജില്ലയുടെ ഒരു 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 പ്രത്യേക കേന്ദ്രത്തിലാണ് അത് വരുന്നത്. അപ്പൊ അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ മെഡിക്കൽ കോളേജ് യഥാർത്ഥത്തിൽ അവിടെ യാഥാർത്ഥ്യമായി. കനഡിക്കയിൽ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായി. ആ മെഡിക്കൽ കോളേജ് യഥാർത്ഥത്തിൽ ജില്ലയുടെ വടക്കൻ മേഖലയിലുള്ള ആളുകളുടെ ആരോഗ്യ പരിപാലന രംഗത്ത് ഏറ്റവും മികച്ച സംഭാവനകൾ നൽകാൻ കഴിയുന്ന നിലയിൽ അഭിവൃദ്ധിപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. അതിന്റെ ഭാഗമായി കൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് സഹായകരമായിട്ടുള്ള നിലപാടുകളുണ്ടാവും. പിന്നെ അത് ഒരു പ്രത്യേക ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ഒരു സമരം സംഘടിപ്പിക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടിയിട്ട് അത്തരം കാര്യങ്ങളുടെ ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുന്നതിന് ദുരുദ്ദേശപരമാണ്. അതിനെ അർത്ഥത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. കാരണം ബഹുമാനപ്പെട്ട മഞ്ചേശ്വരം MLA തന്നെ AK അഷ്റഫ് ആരോഗ്യമന്ത്രി ഈ ജില്ലയോട് കാണിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അഭിനന്ദിച്ച് സംസാരിക്കുന്നതിന്റെ വീഡിയോ ക്ലിപ്പിംഗ് ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ജില്ലയിലെ MLA-മാരെ സംബന്ധിച്ച്, ജനപ്രതിനിധികളെ സംബന്ധിച്ചൊക്കെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് കഴിഞ്ഞ 10 വർഷക്കാലം ശ്രീമതി ശൈലജ ടീച്ചർ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്തും ഇപ്പോൾ ശ്രീമതി വീണ ജോർജ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലും നമ്മുടെ ജില്ലയിലെ ആരോഗ്യരംഗത്ത് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ, പുതിയ തസ്തികകൾ അനുവദിക്കുന്ന കാര്യത്തിൽ, ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന്റെ കാര്യത്തിൽ ഒക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കാഞ്ഞങ്ങാട് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ജില്ലാ ആസ്പത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും തുടങ്ങിയത് ഈ കാലയളവിലാണ്. അതുപോലെ ഡയാലിസിസ് കേന്ദ്രങ്ങൾ ഈ ജില്ലയ്ക്കകത്ത് വിവിധ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അതുപോലെ ജനറൽ ആസ്പത്രികൾ, ഇതിലൊക്കെ പഴയ കാലത്തിനേക്കാളും വലിയ മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ കാസർഗോഡ് ജില്ലയ്ക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഇത് എത്തിച്ചേർന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിമിതി ഉണ്ടാവാം. പക്ഷേ വലിയ മാറ്റം കാസർഗോഡിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ട്. തീർച്ചയായും അതിനുവേണ്ടി കൂട്ടായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും ഗവൺമെന്റ് സഹായത്തോടെ നിർവഹിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങും ജില്ലാ പഞ്ചായത്ത് എന്നുള്ളതാണ് സൂചിപ്പിക്കുക. ഇപ്പം നമ്മുടെ കേരള ബജറ്റ് റീസെന്റ് അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. എങ്ങനെയാണ് ബജറ്റിനെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് നോക്കിക്കാണുന്നത്? ജില്ലയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചിട്ടുണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഈ ഒരു ബഡ്ജറ്റിനെ മാത്രമായി നമ്മൾ കാണരുത്. ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം, അതിനിടയിൽ ഇപ്പോൾ ബാലഗോപാൽ അവതരിപ്പിക്കുന്നതോടെ കണക്കുകൂട്ടിയാൽ 11ാമത്തെ ബഡ്ജറ്റാണ്. ജില്ല രൂപീകൃതമായതിനു ശേഷം ജില്ലയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് വിഹിതം വിവിധ പദ്ധതികൾക്ക് ലഭ്യമായ ഒരു കാലഘട്ടമാണിത്. അതിലൊരു തർക്കമില്ല. 10,000-കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് കാസർഗോഡ് സാക്ഷ്യം വഹിച്ചൊരു കാലയളവാണ്. അതിൽ രാഷ്ട്രീയത്തിനതീതമായി ആ നിലയിലേക്കുള്ള വലിയ മാറ്റങ്ങൾക്ക് വന്നിട്ടുണ്ട്. പുതിയ ബഡ്ജറ്റിനകത്തും കാസർഗോഡിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ബഡ്ജറ്റിന്റെ ഭാഗമായി ഉൾക്കൊള്ളിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നിരവധി റോഡുകൾ വന്നിട്ടുണ്ട്. നമ്മളെ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളുണ്ട്. പിന്നെ ഒരുപാട് പുതിയ പദ്ധതികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ബഡ്ജറ്റിനകത്ത് ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ ദുർബല ജനവിഭാഗത്തെ സഹായിക്കുന്നതിന് വേണ്ടി അംഗൻവാടി, ആശ, അതുപോലെ പാചക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ജീവിതത്തിന്റെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടൊരു ജനവിഭാഗമാണ്. അവരെ പരിരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം ഈ ബഡ്ജറ്റിന്റെ ഭാഗമായി കൊണ്ട് ഒരുപാട് ഊന്നലുകൾ നൽകിയൊരു ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ സാധാരണ പ്രഖ്യാപനങ്ങളാണ് പണ്ട് കാലത്ത് നമുക്ക് ബഡ്ജറ്റുകൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ നമുക്കൊരു 10 വർഷക്കാലത്തെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബഡ്ജറ്റ് പ്രഖ്യാപനമല്ല, യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ അത് നടപ്പാക്കപ്പെടേണ്ട പദ്ധതിയാണ് എന്ന് തെളിയിച്ച ഒരു സർക്കാരായതുകൊണ്ട് നല്ല ശുഭാപ്തി വിശ്വാസമാണ് തീർച്ചയായും ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ളത്. ഈ ബജറ്റിനകത്ത് എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയത്, അതിലൊരു 330ാമത്തെ ഒരു പോയിന്റ് ആയിട്ട് കേരള യൂണിവേഴ്സിറ്റി ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് അതിന്റെ DPR തയ്യാറാക്കുന്നതിനും ഫീസിബിലിറ്റി സ്റ്റഡിക്കും വേണ്ടിയിട്ടൊരു 25 ലക്ഷം രൂപ ഗവൺമെന്റ് മാറ്റിവെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ജില്ലയിൽ വരുന്നതിന് എത്രത്തോളം ഗുണം ചെയ്യും? ജില്ലയിൽ അത് വരാൻ എന്തെങ്കിലുമൊക്കെ അനുകൂല ഘടകങ്ങളുണ്ടോ? ഇപ്പൊ കമ്പാരിറ്റീവ്ലി മറ്റ് ജില്ലകളിൽ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ജില്ലയിൽ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി വരാൻ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമോ? കാസർഗോഡ് ജില്ല യഥാർത്ഥത്തിൽ ഒരു ജില്ല എന്ന നിലയിൽ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട്.
അതിനെ നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്തി ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുക്കുക. സർക്കാർ സ്വാഭാവികമായിട്ട് അത്രയും പുതിയ സംരംഭം എന്ന നിലയിൽ, പുതിയ പദ്ധതി എന്ന നിലയിൽ ഗവൺമെന്റ് എവിടെയാണ് അത് ലക്ഷ്യമിടുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടില്ല. ബഡ്ജറ്റിനകത്തും അത് വ്യക്തത വരുത്തിയിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യം നമുക്ക് ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് മറുപടി പ്രതീക്ഷിക്കാൻ പറ്റുമോ? നമ്മൾ എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ കേരളം എന്ന നിലയിൽ പൊതുവിലാണ് ഇത്തരം വിഷയങ്ങളൊക്കെ കാണുക. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ഒരു ജില്ലയുടെ വാദം എന്നുള്ളതല്ല, ആ ഒരു യഥാർത്ഥത്തിൽ ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് കേരളത്തിന്റെ പൊതുവായ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. കാസർഗോഡിനെ കൂടി പരിഗണിക്കപ്പെടണം എന്ന് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ള അവകാശമുണ്ട്, അതിൽ തെറ്റില്ല. അത് ഗവൺമെന്റ് അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ഏതായാലും തീർച്ചയായും ഏറ്റവും അനുയോജ്യമായ നിലം കേന്ദ്രം കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാസർഗോഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ കാസർഗോഡിന്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മകളിൽ ഒന്ന് റെസിഡൻഷ്യൽ ആയിട്ടുള്ള സൗകര്യങ്ങൾ ട്രെയിനിങ്ങിനൊക്കെ വളരെ കുറവാണ്. 100 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് ഗവൺമെന്റിന്റെ സംവിധാനത്തിൽ ഇവിടെ വെക്കാനുള്ള ഒരു സൗകര്യം നമുക്കില്ല. സ്വകാര്യമായിട്ടുള്ള സ്ഥാപനങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി വരികയാണെങ്കിൽ അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾക്ക് അത് ഗുണം ചെയ്യും. കൂടാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, നമ്മുടെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, ഇത് CPCRA ഈ ഒരു കുറെ സേവനങ്ങൾ, അപ്പൊ ഇത്തരത്തിൽ ഇവിടെയൊക്കെ നടക്കുന്ന കണ്ടുപിടുത്തങ്ങൾ കൂടി ഈ പറയുന്ന സംരംഭങ്ങളായി മാറ്റാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അപ്പൊ അത് ഗുണം ചെയ്യുമോ നമുക്ക്? തീർച്ചയായിട്ടും കാസർഗോഡ് ഒരുപാട് അനന്തമായ സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് കാസർഗോഡ്. നാഷണൽ ഹൈവേയുടെ നിർമ്മാണം കൂടി പൂർത്തീകരിക്കപ്പെടുന്നു. ബാംഗ്ലൂർ എയർപോർട്ടും അതുപോലെ തന്നെ ബാംഗ്ലൂർ പോർട്ടും അതോടൊപ്പം കണ്ണൂർ എയർപോർട്ട്, ഇതൊക്കെ എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ അതിനൊക്കെ സെൻട്രലൈസ് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കാസർഗോഡ്. ഒരുപാട് സാധ്യതകൾ കാസർഗോഡിനെ സംബന്ധിച്ചിട്ടുണ്ട്. നമുക്ക് ഭൂമിയുടെ ലഭ്യതയിൽ എന്തില്ല പ്രശ്നങ്ങൾ ഉണ്ടാവാത്തൊരു ഡിസ്ട്രിക്ട് കൂടിയാണ്. നമുക്ക് നിരവധി ഗവൺമെന്റ് ലാൻഡ്സ് നമുക്ക് സ്വാഭാവികമായിട്ട് ഡെവലപ്മെന്റ് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ആ നിലയിൽ ഭൂമിയുടെ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലില്ല. യഥാർത്ഥത്തിൽ അത് അത്തരം കാര്യങ്ങളിലൊക്കെ ഭൗതികമായ സാഹചര്യങ്ങളെ സംബന്ധിച്ച് കാസർഗോഡിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രയാസങ്ങൾ നേരിടുന്നില്ല. ഗവൺമെന്റ് അത്തരം ഒരു തീരുമാനം എടുക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായും അതിന് മുൻകൈ എടുത്ത് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ജില്ലയിൽ എല്ലാവരുമായി സഹകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. ഗവൺമെന്റ് അത്തരം ഒരു നിലപാട് പ്രഖ്യാപിക്കണം എവിടെയാണ് എന്നുള്ളത്. ഇപ്പൊ ലാൻഡ് അവൈലബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഇപ്പം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത്, സർക്കാർ ഭൂമിയുള്ളത് കാസർഗോഡ് എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഡെപ്പോസിറ്ററി ഉണ്ടോ? ഒരു പദ്ധതി വരുമ്പോൾ ഇന്ന സ്ഥലത്ത് അത് തുടങ്ങാം. ഇപ്പൊ മെഡിക്കൽ കോളേജിനൊക്കെ അതാണല്ലോ, ഇപ്പം ഉക്കിനടുക്കയിലേക്ക് അത് പോകുമ്പോൾ അത് ജനങ്ങൾക്കെല്ലാം ആക്സസ് ആവുന്ന ഒരു സ്ഥലത്ത് അത് വന്നില്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ലാൻഡ് അവൈലബിലിറ്റിയെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സംവിധാനമോ പദ്ധതിയോ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിക്കാൻ? തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ജില്ലയുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഡിസൈൻ ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതിന് യഥാർത്ഥത്തിൽ ജില്ലാ പഞ്ചായത്ത് എന്ന നിലയിൽ മാത്രമല്ല, നമ്മുടെ ജില്ലയിലെ MLA മാർ, ഇപ്പൊ MP ഉണ്ട്, അതുപോലെ ജില്ലാ ഭരണകൂടമുണ്ട്, ഇവരാകെ ചേർന്നുകൊണ്ട് ജില്ലയുടെ പൊതു വികസനവുമായി ഭാവി വികസനത്തെ സംബന്ധിച്ചൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കപ്പെടുന്നു. അപ്പോൾ എവിടെ വരണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് അതിനകത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതനുസരിച്ച് കൊണ്ടുള്ള സമഗ്രമായ ഒരു ആലോചന കൂടി ഉണ്ടാവേണ്ടതുണ്ട്. അത് ജില്ലാ പഞ്ചായത്തിന് പരിമിതികളുണ്ട്. അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നതിൽ ജില്ലാ പഞ്ചായത്തിന് പരിമിതികളുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസന പദ്ധതിയെ രൂപപ്പെടുത്തിയെടുക്കുന്ന സമയത്ത് ജില്ലയുടെ ഒരു ഡെവലപ്മെന്റിന്റെ ഒരു ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് ഗുണകരമായിരിക്കും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഓരോന്നും ഓരോ സ്പെസിഫിക്കേഷൻ നമുക്ക് ഡിസൈൻ ചെയ്യുന്നതിന് കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ മുമ്പിൽ പദ്ധതി, അല്ലാണ്ട് ഒരു പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്ക് ഇന്ന സ്ഥലം എന്ന് ആലോചിക്കപ്പെടുന്ന സമയത്താണ് അതിന് ചില സങ്കുചിത വാദങ്ങൾ സ്വാഭാവികമായി ഉയർന്നു വരും. അതിന്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് ചില ദോഷങ്ങൾ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം. അത് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയാണ് മുൻകൂട്ടി തന്നെ ജില്ലയുടെ ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് ഒരു ഡെവലപ്മെന്റ് ഡിസൈൻ പ്ലാൻ ഉണ്ടാക്കുന്നതിന് എല്ലാ വിഭാഗത്തിലെ ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടൊരു സംവിധാനം ക്രമീകരിക്കുന്നത് ഉചിതമാകുന്നുള്ള അഭിപ്രായമുണ്ട്. ജില്ലാ പഞ്ചായത്തിന് അത് മുൻകൈ എടുക്കാൻ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത്തരം സ്പേസ് കൂടി ഉപയോഗപ്പെടുത്താൻ തയ്യാറാകും എന്നുള്ള പോലും കൂടിയാണ് അറിയുന്നത്. നമ്മുടെ ജില്ലയുടെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് ആണ് നമ്മൾ പറഞ്ഞു വന്നത്. അങ്ങനെ ഒരു പ്ലാൻ എനിക്കൊന്ന് പാർട്ടിയുടെ ചുമതല ഉണ്ടാവുന്ന കാലത്ത് തന്നെ, ഏരിയ സെക്രട്ടറി ആകുന്ന കാലത്ത് തന്നെ അങ്ങനെ ഒരു സെമിനാറൊക്കെ സംഘടിപ്പിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആവുന്ന കാലത്ത് അത് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ആ അനുഭവത്തെ ഓർത്തെടുക്കുന്നത്? അത് തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ ജില്ലയുടെ ചരിത്രത്തിൽ അത്തരമൊരു സെമിനാർ സംഘടിപ്പിച്ചത് ആദ്യമായിട്ടാണ്. ആ സെമിനാറിന്റെ ഉൽപ്പന്നമായിട്ട് ഞങ്ങളൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിരുന്നു. ഇന്നും അത് പരിശോധിക്കാറുണ്ട്. 2014 ആ വികസന സെമിനാർ ഞങ്ങൾ സംഘടിപ്പിച്ചത് വെള്ളരിക്കുണ്ടിൽ വെച്ച്.
ആ വികസന സെമിനാറിനകത്ത് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഒരു ഡോക്യുമെന്റ് ആക്കി മാറ്റി ആ ഡോക്യുമെന്റിൽ പറഞ്ഞ പ്രധാന പദ്ധതികൾ എല്ലാം 95% മലയോര മേഖലയിൽ 10 വർഷക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലത്ത് നടപ്പാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന പ്പെടാൻ വേണ്ടി കഴിയും. ആ ഡോക്യുമെന്റും ഇന്ന് നടന്ന കാര്യങ്ങൾ കൂടി വെരിഫൈ ചെയ്യണം. അപ്പൊ നമ്മുടെ മുമ്പിൽ എന്താ വെച്ചാൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. എന്താണ് നമുക്ക് ഒരു സർക്കാർ സംവിധാനത്തെ എങ്ങനെയാണ് ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട MLA അതിൽ കെ കുഞ്ഞിരാമൻ അവിടെ MLA ആയിരുന്നു, തിരിച്ച് കെ കുഞ്ഞിരാമൻ MLA ആയിരുന്നു. അതിനുശേഷം രാജഗോപാലൻ MLA 10 വർഷക്കാലം അവിടുത്തെ MLA ആയി മാറി. വളരെ അനുകൂലമായിട്ടുള്ള പൊതു നിലപാടുകൾ സ്വീകരിച്ച് ഗവൺമെന്റിന്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വികസന രംഗത്ത് ഏറ്റവും വലിയ നിലയിലേക്കുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾക്ക് കൊടുത്തു. ഇവിടെ ചന്ദ്രശേഖരൻ അദ്ദേഹം MLA ആയിരുന്ന കാഞ്ഞങ്ങാട് മണ്ഡലത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി അതിന്റെ ഭാഗമായി വന്നിരുന്നു. അതുപോലെ ആ വിഷൻ യഥാർത്ഥത്തിൽ അതിനെ ഫലപ്രദമാക്കി എടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം സാബോട്ടന്റെ ഒരു പൊളിറ്റിക്കൽ പ്രൊഫൈൽ നോക്കുമ്പോൾ വളരെ അട്രാക്റ്റീവായി തോന്നിയത് SFIയുടെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്നു, DYFIയുടെ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് ആയിരുന്നു, CITUവിന്റെ ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ആയി. എങ്ങനെയാണ് ഈ കാലഘട്ടത്തെ ഓർക്കുന്നത്? എങ്ങനെയാണ് ഈ സംഘടനാ പ്രവർത്തനം സാബോട്ടിനെ രൂപപ്പെടുത്തുന്നത്? യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന എന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വിദ്യാർത്ഥി സംഘടന വഹിച്ച പങ്ക് ചെറുതല്ല. SFIയിലൂടെയാണ് ഞാൻ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് SFIയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. സർവകലാശാല യൂണിയന്റെ ജനറൽ സെക്രട്ടറിയായി കോഴിക്കോട് സർവകലാശാല യൂണിയന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ട് പിന്നീട് DYFIയുടെ ഭാരവാഹിയായി ട്രേഡ് യൂണിയൻ രംഗത്ത് ഇതായി. ഇതൊരു പ്രത്യേകത കൂടിയുണ്ട്, എല്ലാ രംഗത്തും ഞാൻ യൂണിറ്റ് ഭാരവാഹിയായി പ്രവർത്തിച്ച് ജില്ലാ ഭാരവാഹി വരെ ആയിട്ടുണ്ട്. SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും പ്രസിഡന്റും ആയിട്ടുണ്ട്, DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും പ്രസിഡന്റും ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. CITUവിന്റെ തന്നെ ഏതാണ്ട് ഞാൻ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ നാട്ടിൽ മലയോര മേഖലയിൽ 10-25 വർഷങ്ങൾക്ക് മുമ്പ് മോട്ടോർ തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി. അതിന്റെ പ്രഥമ പ്രസിഡന്റായിരുന്നു, പിന്നീട് സെക്രട്ടറി ആയി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ നിലയിൽ വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ ട്രേഡ് യൂണിയൻ രംഗത്ത് ഞാൻ പ്രവർത്തനം നടത്തി വന്നു. ആ ഒരു അനുഭവം തീർച്ചയായും ട്രേഡ് യൂണിയൻ രംഗത്ത് ഒരു പ്രവർത്തനത്തിന് എനിക്ക് മുൻകൂട്ടായി വന്നിട്ടുണ്ട്. ഇതെല്ലാം എന്ന നിലയിൽ അസസ് ചെയ്തുകൊണ്ടായിരിക്കാമല്ലോ തീർച്ചയായും ഇത്ര ഒരു ചുമതലകളിലേക്ക് എന്നെ ചുമതലപ്പെടുത്തുന്നതിന് വേണ്ടി പാർട്ടി നിശ്ചയിച്ചിട്ടുണ്ടാവുക. ഈ ജില്ലയുടെ എല്ലാ മേഖലകളിലും എല്ലാ പ്രദേശങ്ങളുമായിട്ട് വലിയ ആത്മബന്ധം സ്ഥാപിക്കാൻ ഒരുപാട് പ്രവർത്തകരുമായി വൈകാരികമായ അടുപ്പങ്ങൾ ഉണ്ടാവുന്നതിനെല്ലാം തീർച്ചയായും എൻ്റെ സംഘടനാ പ്രവർത്തനം എനിക്ക് മുൻകൂട്ടായി മാറിയിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് ആകെ എൻ്റെ ഉള്ള ഏറ്റവും വലിയ നിക്ഷേപം. ഈ വലിയ നിലയിലേക്ക് എൻ്റെ പ്രസ്ഥാനം എന്നെ ഇത്തരം കാര്യങ്ങൾ ചുമതലപ്പെടുത്തുമ്പോൾ എനിക്കുണ്ടായിരുന്ന വ്യക്തിബന്ധങ്ങൾ, ചുമതലകൾ ഇതെല്ലാം നിർവഹിക്കുമ്പോൾ ഉണ്ടായിരുന്ന വലിയ ആത്മബന്ധങ്ങളാണ്. അതിന് വിലമതിക്കാൻ കഴിയാത്ത വലിയ ഒരു ഡെപ്പോസിറ്റ് തന്നെയാണ്. നിക്ഷേപത്തെ കുറിച്ച് പറയുമ്പോൾ അതൊരു സോഷ്യൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ശക്തിയാണ്. എങ്ങനെയാണ് കേരള ബാങ്കിന്റെ ഈ പറയുന്ന ഡയറക്ടർ സ്ഥാനം അല്ലെങ്കിൽ ആ അനുഭവം എങ്ങനെയാണ്? എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് ആ ഒരു ഭാരവാഹിത്വത്തിലൂടെ താങ്കൾക്ക് കൈവരിക്കാൻ വേണ്ടി? അതായത് കേരള ബാങ്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രൂപീകരണ ഘട്ടത്തിലെ പ്രഥമ ബോർഡിൽ അംഗമാവുകയാണ്. അതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുക. ഞാൻ യഥാർത്ഥത്തിൽ പിന്നെ എൻ്റെ പഠനം കൊമേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. അപ്പൊ അത് കഴിഞ്ഞ് യഥാർത്ഥത്തിൽ ഈ ബാങ്കിങ് സെക്ടറുമായി ബന്ധപ്പെട്ട് എനിക്ക് 5 വർഷക്കാലം കിട്ടിയ അവസരം ശരിയായ രീതിയിൽ ഞാൻ അതിന്റെ തുടർ പഠന പ്രക്രിയയായിട്ടാണ് അതിനെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പുതിയ പരീക്ഷണമാണ് കേരള ബാങ്ക്, ഒരു പുതിയ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ ജില്ലയിൽ ആ സെക്ടറിൽ തന്നെ ഏതാണ്ട് 2000 കോടി രൂപയുടെ ബിസിനസ് വർധനവ് നമുക്ക് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച 14 ജില്ലകളിൽ കഴിഞ്ഞ ഏറ്റവും അവസാനം ലാസ്റ്റ് ഇയർ ആകുമ്പോഴേക്കും സ്റ്റേറ്റിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് കിട്ടിയ ജില്ലയായി കാസർഗോഡ് മാറി. അത് കാസർഗോഡ് ജില്ലയിലെ കേരള ബാങ്കിലെ ജീവനക്കാർ ആകെ ചേർന്ന് നടത്തിയ വലിയൊരു പ്രവർത്തനമാണ്. അതിൽ വലിയ പങ്ക് എനിക്ക് നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള വിഭവത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏത് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ചുമതല. ആ വിഭവത്തെ പരമാവധി ഉപയോഗിക്കുക, എല്ലാവരെയും ചേർത്ത് നിർത്തി നടത്തിയ പ്രവർത്തനത്തിന്റെ ഒരു വിജയമാണ്. തീർച്ചയായും അത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഇവിടുത്തെ ജീവനക്കാരും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ എല്ലാ പ്രവർത്തനങ്ങളും യോജിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യഥാർത്ഥത്തിൽ ജില്ലാ ഭരണ പ്രതിപക്ഷം ഒന്നുമില്ല, ഭരണസമിതിയാണ്. നല്ല നിലയിലേക്കൊരു നിലപാടുകളാണ് ജില്ലാ പഞ്ചായത്തിനകത്തെ എല്ലാ അംഗങ്ങളും ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് തുടരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് തുടർന്ന് മുന്നോട്ട് പോയാൽ അതിനനുസരിച്ച് തീർച്ചയായും വലിയ മാറ്റങ്ങൾ നമ്മുടെ ജില്ലക്കകത്ത് നമുക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പരിശ്രമിക്കാം, എല്ലാവരും കൂടി ചേർന്ന്.
നമ്മുടെ വിഭവത്തെ കുറിച്ച് പറയുന്നത്. അപ്പം നമ്മുടെ മാനുഷിക വിഭവം അല്ലെങ്കിൽ നമ്മളിപ്പോ വിഭവത്തെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ ഒരു മാനുഷിക വിഭവം അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ബയോഡൈവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ജില്ലയുടെ ടൂറിസം വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബേക്കലുണ്ട്, അല്ലെങ്കിൽ റാണിപുരം ഉണ്ട്. റാണിപുരം ഉൾപ്പെടുന്ന പ്രദേശത്താണ് സബോർഡം വരുന്നത്. ഈ റാണിപുരത്തും ബേക്കലും മാത്രമായി നമ്മുടെ ടൂറിസം സാധ്യതകൾ ഒതുങ്ങിപ്പോകുന്നുണ്ട് എന്നുള്ള ഒരു വിമർശനത്തെ എങ്ങനെയാണ് നമുക്ക് നേരിടാൻ വേണ്ടി പറ്റുക? യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ വലിയ ചർച്ചകളും പിന്നെ പുതിയ കാഴ്ചപ്പാടുകളും രൂപപ്പെടുത്തിയെടുത്ത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ചെയ്യേണ്ട ഒരു മേഖല ടൂറിസമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളായി. ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകിട ഏതെങ്കിലും കെട്ടിട സമുച്ചയങ്ങളിലൂടെ 5 സ്റ്റാർ ഹോട്ടലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് മാത്രം അതല്ല. അല്ലാതെ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ നമുക്ക് ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ ടൂറിസം പ്രോജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടി കഴിയുന്ന ഒരുപാട് അനന്തമായ സാധ്യതകൾ കാസർഗോഡ് ജില്ലയിലുണ്ട്. ഇത്രമാത്രം പ്രകൃതി രമണീയമായ ഒരു പ്രദേശം നമുക്ക് ഈ കേരളത്തിൽ മറ്റു സ്ഥലത്ത് പോയാൽ കാണാൻ കഴിയില്ല. ഒരുപാട് സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണ് ഇത് കാസർഗോഡ്. ഒരുപാട് കലാ സാഹിത്യ സാമൂഹിക മേഖലകളിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കാസർഗോഡ്. അപ്പൊ ഇതിനെയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ബേക്കൽ ഫെസ്റ്റ് ഒക്കെ യഥാർത്ഥത്തിൽ ബേക്കലിനെ ഒരു ഇന്റർനാഷണൽ തലത്തിലേക്ക് ഡെവലപ്പ് ചെയ്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ്. CH കുഞ്ഞും MLA ആണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളൊരു വലിയൊരു ഹൈക്ക് യഥാർത്ഥത്തിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാസർഗോഡിന് നൽകുന്ന പരിപാടികളാണ്. നമുക്ക് അത്തരം ചില പ്രോജക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. പുതിയ പുതിയ സംരംഭകർ ഇവിടേക്ക് കടന്നു വരണം. അതിനൊക്കെയുള്ള സാധ്യതകളെ നമ്മൾ കാണണം. അത് വൻകിട സംരംഭകരോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ നാട്ടിലെ സാധാരണ കൃഷിക്കാർ, ആ കൃഷിക്കാർക്ക് അവരുടെ കൃഷിയിടങ്ങൾ എന്ത് ചെയ്യാം, ഒരു ടൂറിസം ഹെറിറ്റേജ് ആക്കി മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇന്ന് നല്ല മണ്ണ്, നല്ല വെള്ളം, നല്ല വായു, ആ നിലയിലേക്കുള്ള നല്ല നാടൻ ഭക്ഷണം, ഇതൊക്കെ സമൃദ്ധമായി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങളും സ്ഥലങ്ങളുമുണ്ട്. ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും കാസർഗോഡേക്ക് എത്തിച്ചേരും. അതിന് പറ്റിയ ഏറ്റവും വലിയ വിഭവങ്ങൾ എവിടെയുണ്ട്, കാസർഗോഡുണ്ട്. ആ വിഭവത്തെ ഫലപ്രദമായി നമുക്ക് എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം എല്ലാവരുടെയും സഹായത്തോടെ. എത്തിച്ചേരുന്നു എന്ന് പറയുന്ന ഒരു ടേം എനിക്കൊരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ജില്ലയുടെ റെയിൽവേ ആക്സസിബിലിറ്റി, ഒരു 5 മണിക്ക് പിന്നെ കോഴിക്കോട് നിന്ന് പരശു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജില്ലയിലേക്ക് ട്രെയിൻ ഇല്ല. നിരന്തരം റെയിൽവേയുടെ ഒരു അനാസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയോടുള്ള ഒരു അവഗണന തുടരുകയാണ്. അമൃത് എക്സ്പ്രസിലടക്കം ജില്ലയിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പിന്നെ സ്റ്റോപ്പ് ഇല്ല. എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ നോക്കിക്കാണുന്നത്? ഇത് യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ വലിയ ജനകീയ വിഷയമായി, ജനകീയ പ്രക്ഷോഭമായി രൂപപ്പെടുത്തി കൊണ്ടുവരേണ്ട വിഷയമാണ്. ഞാനതിൽ എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ പി കരുണാകരൻ MP ആയിരുന്ന സമയത്ത് വലിയ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടാണ് വിവിധ തലങ്ങളിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. അതായത് റെയിൽവേ, ഞാൻ യഥാർത്ഥത്തിൽ യുവജന സംഘടനാ രംഗത്ത് ഭാരവാഹിയായിരുന്ന സമയത്ത് റെയിൽവേ അവഗണനക്കെതിരെ ഞങ്ങൾ പാലക്കാട് പോയിട്ട് സമരം നടത്തിയ ആളുകൾ. പാലക്കാട് റെയിൽവേയുടെ ഡിവിഷൻ ഓഫീസ് ഉണ്ട്. ആ ഡിവിഷൻ ഓഫീസിലേക്ക് കാസർഗോഡ് നിന്ന് പോയി യുവാക്കളുടെ നേതൃത്വത്തിൽ സമരം നടത്തി പ്രക്ഷോഭം നടത്തിയതാണ്. പക്ഷെ കാസർഗോഡിന്റെ റെയിൽവേ ഭൂപടത്തിനകത്ത് നമുക്ക് പരിമിതികൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യൻ റെയിൽവേയുടെ പട്ടികയിൽ കാസർഗോഡ് പലപ്പോഴും എന്ത് ചെയ്യാറില്ല, പരിഗണിക്കപ്പെടുന്നതിൽ എന്തോ ഒരു അവഗണന കാസർഗോഡിനോട് പൊതുവിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്ന് ജനങ്ങൾ കരുതിയാൽ അത് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. തീർച്ചയായും അതിന് വലിയ മാറ്റം ഉണ്ടാവണം. പുതിയ കാലത്തിനനുസരിച്ച് യഥാർത്ഥത്തിൽ പുതിയ സാധ്യതകളെ കൂടി ഇപ്പൊ വന്ദേ ഭാരത് ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായി പിന്നെ ഓടുന്നത് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന വന്ദേ ഭാരതുകളാണ്. അത് യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ കാസർഗോഡ് ഉണ്ടായിരുന്നില്ല, റെയിൽവേയുടെ ഭൂപടത്തിലില്ല. ഞാൻ കാസർഗോഡ് എന്ന് പറയുന്നില്ല, യഥാർത്ഥത്തിൽ മംഗലാപുരം എന്ത് ചെയ്യണം, ട്രെയിനുകൾ വരുന്ന പുതിയ സാധ്യതകൾ വെച്ചുകൊണ്ട് മംഗലാപുരം എന്ത് ചെയ്യണമെങ്കിൽ നമ്മുടെ ജില്ല പൂർണ്ണമായത് കവർ ചെയ്ത് കിട്ടും. കാസർഗോഡ് എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് മാറി മംഗലാപുരത്തേക്ക് പോകും. മംഗലാപുരം യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ അവിടെ ഒരു മറ്റൊരു സ്റ്റേറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ്. മംഗലാപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന നിലയിലേക്ക് ട്രെയിനുകൾ ഉണ്ടാവുകയും കാസർഗോട്ടെ പ്രധാനപ്പെട്ട 2 ടൗണുകളാണ്. ഒന്ന്, പ്രധാനപ്പെട്ട എല്ലാ ട്രെയിനുകൾക്കും കാസർഗോഡും കാഞ്ഞങ്ങാടും എന്ത് ചെയ്യണം, സ്റ്റോപ്പുകൾ ഉണ്ടാവണം. മറ്റ് റെയിൽവേ സ്റ്റേഷനുകൾ മറ്റ് രീതിയിൽ ക്രമീകരണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഒരുപാട് പരിഹരിക്കാൻ പറ്റും. അതിവേഗ റെയിൽവേ പാത സംസ്ഥാന ഗവൺമെന്റ് വെച്ചൊരു പ്രപ്പോസലാണ്. പുതിയ കാലത്തിന്റെ വേഗത വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് അതെന്ത് ചെയ്യാണ്, അതിന് തടസ്സം നിൽക്കുന്ന സമീപനം ചെയ്യാണ്. കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയുടെ പ്രതിരൂപങ്ങളായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇവിടെ എയിംസിനെതിരായിട്ടൊരു സമരം ആരംഭിച്ചു. പക്ഷെ എയിംസ്, കേരളം എന്ന് പറയുന്നത് എയിംസിന്റെ പട്ടികയിലില്ല. അതെ, കാസർഗോഡ് പോകണോ, കോഴിക്കോട് പോകണോ, പത്തനംതിട്ട വേണോ എന്നുള്ളതല്ല വിഷയം.
കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ മലയാളികളുടെ നാട്ടിൽ ഒരു കേരളത്തിന് എയിംസ് അനുവദിക്കുക എന്നുള്ളതാണ് പൊതുവികാരമായി രൂപപ്പെടുന്നത്. അതിന് പ്രാദേശികത്വം അല്ല വിഷയം. ആദ്യം അനുവദിക്കപ്പെട്ടതിന് ശേഷമാണ് അത് എവിടെ എന്നുള്ളതിനെ കുറിച്ച് നിശ്ചയിക്കുന്നത്. അപ്പൊ ആ നിലയിൽ ഉള്ള അവഗണന കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ച് നമുക്കെതിരായിട്ട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യവും തർക്കമറ്റ വസ്തുത. യുവജന വിദ്യാർത്ഥി കാലത്തെ സഹപ്രവർത്തനം കൂടിയാണ് പി രാജു. പി രാജുവിന്റെ വ്യവസായ മന്ത്രി ആയതിനു ശേഷം പ്രത്യേകിച്ച് ഈ ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ് ആണ് സംരംഭത്വ രംഗത്തെ ഒരു വളർച്ച എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു കേരള ബാങ്കിന്റെ ഒരു വരവായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരാൾ എന്നുള്ള രീതിയിലും പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിലും വ്യവസായ രംഗത്ത് ഒരു വളർച്ചയെ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് ജില്ലയിലെ പ്രധാനപ്പെട്ട വ്യവസായ പാർക്കുകൾ അനന്തപുരം, മടിക്കൈ, ഇനിയിപ്പോ ചീമേനിയിൽ ഒരു വ്യവസായ പാർക്കിന്റെ സാധ്യതകൾ, എങ്ങനെയാണ് ഈ ഒരു സാധ്യതയെ പ്രസിഡന്റ് കാണുന്നത്? തീർച്ചയായും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് രാജീവ് കേരളത്തിന്റെ വ്യവസായ മന്ത്രി ആയതിനു ശേഷമാണ് സ്റ്റാർട്ടപ്പ് രംഗത്ത് വിസ്മയകരമെന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് എന്ന് ഇന്ത്യ ഗവൺമെന്റിന് പോലും പറയേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിൽ വ്യവസായ സഹൃദ മനോഭാവത്തിലേക്ക് കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സാങ്കേതികത്വം എന്ത് ചെയ്തു, ലഘൂകരിച്ചു. അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ വ്യവസായ നിക്ഷേപത്തിന് പര്യാപ്തമായ ഒരു നാടാണ് കേരളം എന്ന് തെളിയിക്കുന്നതാണ്. അതിൽ വലിയ പങ്ക് കാസർഗോഡിനെ സംബന്ധിച്ച് നിർവഹിക്കാറുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, നമുക്ക് ഭൂമിയുടെ ലഭ്യതയുണ്ട്, നമുക്ക് പദ്ധതികൾ ലഭ്യമായാൽ നടപ്പാക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. തീർച്ചയായും അത്തരം സാധ്യതകളെ കൂടി നമുക്ക് പുതിയ കാലത്ത് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതാണ് എന്നുള്ളതാണ് അഭിപ്രായം. ഇപ്പൊ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയം എന്തായിരിക്കും പ്രസിഡന്റ്? അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിഷയ മേഖലകൾ എന്തൊക്കെയായിരിക്കും? യഥാർത്ഥത്തിൽ കാസർഗോഡ് ജില്ലയുടെ പുതിയ നൂതനമായ പല പദ്ധതികളും ആവിഷ്കരിക്കപ്പെടണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. അത് ഒന്ന്, നമ്മളെ കാർഷിക മേഖലയെ ടൂറിസവുമായി കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് പുതിയ കാലത്തിനനുസൃതമായി രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒരു ചർച്ച ഉയർന്നു വരണം എന്നുള്ള അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം വ്യവസായ രംഗത്തെ പുരോഗതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. മറ്റ് വളരെ പ്രധാനമായ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് ജില്ലാ ഹോസ്പിറ്റൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്തുകളിലുള്ള ഓഫീസ്, ആസ്പത്രികളുണ്ട്. ഇവയെ സംയോജിതമാക്കി ഒരു ലിങ്കിങ് പ്രോഗ്രാം എന്ന നിലയിൽ നമുക്ക് സംഘടിപ്പിച്ചുകൊണ്ട് മാരകമായ അസുഖങ്ങൾ ബാധിച്ച നിരവധി ആളുകളുണ്ട്. കിഡ്നി രോഗികൾ, ഡയാലിസിസ് സെന്ററുകളുടെ അപര്യാപ്തതയോട് മുമ്പിൽ നിൽക്കുക. ഹാർട്ട് രോഗികളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ പെരുകി വരികയാണ്. ക്യാൻസർ നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നുണ്ട്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ നിലവിലുള്ള രോഗികൾക്ക് ആശ്വാസം എത്തിക്കുന്ന സമീപനങ്ങൾ ഒരു ഭാഗത്ത് ചെയ്യുന്നതോടൊപ്പം ഇത്തരം രോഗങ്ങളിലേക്ക് എത്താതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്യാമ്പയിനുകളും സാഹചര്യങ്ങളെയും രൂപപ്പെടുത്തി കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ചില പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം ജില്ലയുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇടപെടേണ്ടത് ജില്ലാ പഞ്ചായത്തിന്റെ ചുമതല കൂടിയാണ്. അതുകൊണ്ട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു സർവേ സംഘടിപ്പിച്ചുകൊണ്ട് മുൻഗണനാക്രമം നിശ്ചയിച്ച് ആ മുൻഗണന അനുസരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുപോയത് കൊണ്ട് അക്കാദമിക് നിലവാരം ഉയരണമെന്നില്ല. അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി സമാന്തരമായി സംഘടിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ കേരളം യഥാർത്ഥത്തിൽ വലിയ നിലയിലേക്ക് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വലിയ മുന്നോട്ട് പോകുന്നൊരു സ്റ്റേറ്റാണ്. പക്ഷേ അന്തർദേശീയ തലത്തിലുള്ള മത്സര പരീക്ഷകളിൽ നമുക്ക് പലപ്പോഴും മുന്നിൽ പോകാൻ വേണ്ടി കഴിയാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കാസർഗോഡിനുണ്ട്. അപ്പൊ ആ വിഷയം പരിഹരിക്കാൻ നമുക്ക് ജില്ലാ പഞ്ചായത്ത് എന്ന നിലയിൽ എന്താണ് സൂക്ഷ്മതലത്തിൽ പരിശോധിച്ച് നമ്മുടെ പുതിയ തലമുറയെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള പരീക്ഷകൾക്ക് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ചെയ്യാൻ കഴിയുന്ന പദ്ധതികളെ സംബന്ധിച്ച് ഒരു ക്രിയാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു പോകണം എന്നുകൂടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലുള്ള പദ്ധതികളൊക്കെ യാഥാർത്ഥ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു.